നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, യുണൈറ്റഡ് സ്കിൽസ് അക്കാദമിയുടെ ഇംഗ്ലീഷ് കോഴ്സിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദർ വാസ്, അതിൻ്റെ നെഗറ്റീവാണ്. ദർ വാസ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ അർത്ഥം പറഞ്ഞിരുന്നത്. അപ്പോൾ ദർ വാസ് നോ, ഉണ്ടായിരുന്നില്ല എന്നർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നെഗറ്റീവ് സെൻറ്റൻസിൻ്റെ ഉദാഹരണങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം ദർ വാസ് നമ്മൾ ഉപയോഗിക്കുന്നത് സിംഗുലറിനോടൊപ്പമാണ്. അപ്പോൾ സിംഗുലറിനോടൊപ്പമുള്ള ദർ വാസിൻ്റെ നെഗറ്റീവ് രൂപങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇതിൽ ഒരുപാട് പുതിയ പുതിയ പദങ്ങളുണ്ട്. അവസാനം നിങ്ങൾക്ക് 2 ടാസ്കുകളുണ്ട്. ഓക്കെ, ദർ വാസ് നോ മിസ്റ്റേക്ക്. ദർ വാസ് നോ മിസ്റ്റേക്ക്. മിസ്റ്റേക്ക് ഉണ്ടായിരുന്നില്ല ഇൻ ഹിസ് ജെനുവിൻ കൺസേൺ. ജെനുവിൻ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായിട്ടുള്ള എന്നർത്ഥം. അപ്പോൾ അവൻ്റെ നിഷ്കളങ്കമായിട്ടുള്ള കൺസേണിൽ, കൺസേൺ എന്ന് പറഞ്ഞാൽ ആശങ്ക എന്നർത്ഥം. അപ്പോൾ അവൻ്റെ നിഷ്കളങ്കമായ ആശങ്കയിൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നില്ല. മിസ്റ്റേക്ക് എന്നുള്ളത് കൊണ്ടാണ് വാസ് വന്നത്. മിസ്റ്റേക്സ് എന്നായിരുന്നെങ്കിൽ ദർ വേർ എന്നായിരുന്നു. ദർ വാസ് നോ ഇൻഡിക്കേഷൻ. സൂചന ഉണ്ടായിരുന്നില്ല. ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റർ, സൂചന നൽകുന്ന സാധനത്തിനാണ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. സൂചന ഉണ്ടായിരുന്നില്ല ഓഫ് ഇംപ്രൂവ്മെൻറ്റ്, മെച്ചപ്പെടലിൻ്റെ സൂചന ഉണ്ടായിരുന്നില്ല ഇൻ ദ എക്കണോമി, സാമ്പത്തിക അവസ്ഥയിൽ, സാമ്പത്തിക വിഷയത്തിൽ എന്നർത്ഥം. ദർ വാസ് നോ നീഡ്. ആവശ്യമുണ്ടായിരുന്നില്ല ടു വറി, ദുഃഖിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എബൌട്ട് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ച് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുക. എബൌട്ട് യു, നിന്നെക്കുറിച്ച്. എബൌട്ട് മീ, എന്നെക്കുറിച്ച്. എബൌട്ട് ഹിം, അവനെക്കുറിച്ച്. അപ്പോൾ എബൌട്ട് ദ സ്മാൾ ഡീറ്റെയിൽസ്, കുറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച്, കുറഞ്ഞ വിശദാംശങ്ങളെക്കുറിച്ച് വറി ചെയ്യേണ്ട, സങ്കടപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ദർ വാസ് നോ ക്വസ്റ്റ്യൻ. ചോദ്യമുണ്ടായിരുന്നില്ല അബൌട്ട് ഹിസ് ഇൻറ്റഗ്രിറ്റി, അവൻ്റെ സത്യസന്ധതയെക്കുറിച്ച്. ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ സത്യസന്ധത. അതുപോലെ ദർ വാസ് നോ എക്സ്ക്യൂസ്. എക്സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക, മാപ്പ് കൊടുക്കുക എന്നർത്ഥം. മാപ്പ് കൊടുക്കലുണ്ടായിരുന്നില്ല ഫോർ ഹിസ് കെയർലെസ് മിസ്റ്റേക്ക്, അവൻ്റെ സൂക്ഷ്മതയില്ലാത്ത മിസ്റ്റേക്കിന് മാപ്പ് കൊടുക്കലില്ല എന്നർത്ഥം. കെയർലെസ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതയില്ലാത്ത, മിസ്റ്റേക്ക് പിഴവ് എന്നർത്ഥം. ഇനി ദർ വാസ് നോ ചാൻസ് ഉണ്ടായിരുന്നില്ല, അവസരമുണ്ടായിരുന്നില്ല ഓഫ് സക്സസ്, വിജയത്തിൻ്റെ. അതായത് വിജയത്തിന് ഒരു ചാൻസും ഇല്ല വിത്തൗട്ട് ഹാർഡ് വർക്ക്, കഠിനാധ്വാനം കൂടാതെ. വിത്തൗട്ട് എന്ന് പറഞ്ഞാൽ കൂടാതെ എന്നുള്ള അർത്ഥം. ഇത് വളരെ എപ്പോഴും ഉപയോഗിക്കേണ്ട ആളുകളാണ്. തുടക്കത്തിൽ ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകൾക്കൊക്കെ വിത്തൗട്ടിൻ്റെ അർത്ഥം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക, അതറിയാത്തവരുണ്ടാവും. ദർ വാസ് നോ നീഡ്. ആവശ്യമുണ്ടായിരുന്നില്ല ഫോർ ഫർദർ എക്സ്പ്ലനേഷൻ. ഫർദർ എന്ന് പറഞ്ഞാൽ ഇനിയും, അല്ലെങ്കിൽ കൂടുതൽ, പിന്നെയും, അങ്ങനെ കുറേ അർത്ഥങ്ങളുണ്ട്. ഇവിടെ കൂടുതൽ എക്സ്പ്ലനേഷൻ, കൂടുതൽ വിശദമായിട്ട് വിശദീകരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. എക്സ്പ്ലെയിൻ എന്നതിൽ നിന്ന് വന്ന അതാണ് എക്സ്പ്ലനേഷൻ, വിശദീകരിക്കൽ. ദർ വാസ് നോ സൈൻ. അടയാളം ഉണ്ടായിരുന്നില്ല ഓഫ് ഇംപ്രൂവ്മെൻറ്റ്, മെച്ചപ്പെടലിൻ്റെ അടയാളം ഉണ്ടായിരുന്നില്ല ഇൻ ഹിസ് ഹെൽത്ത്, അവൻ്റെ ആരോഗ്യത്തിൽ. അതുപോലെ ദർ വാസ് നോ വേ. വഴിയുണ്ടായിരുന്നില്ല ടു ഇറേസ്, മായ്ച്ചു കളയാൻ. മായ്ച്ചു കളയുന്ന സാധനമാണ് ഇറേസർ. അപ്പോൾ ഇറേസ് ചെയ്യേണ്ട മാർഗമുണ്ടായിരുന്നില്ല. ദ മെമ്മറീസ്, ഓർമ്മകളെ ഓഫ് ദി പാസ്റ്റിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ പാസ്റ്റിൻ്റെ ഒക്കെ അർത്ഥമാക്കാം. ദർ വാസ് നോ ആൾട്ടർനേറ്റീവ് ഉണ്ടായിരുന്നില്ല. ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ വേറെ മാർഗം എന്നർത്ഥം. ബദൽ മാർഗത്തിനാണ് ആൾട്ടർനേറ്റീവ് എന്ന് പറയാം. ബട്ട് ടു ഫേസ്, ബട്ട് എന്ന് പറഞ്ഞാൽ അല്ലാതെ എന്നുള്ള അർത്ഥമാണ്. ബട്ട് എന്ന് പറഞ്ഞാൽ പക്ഷേ എന്നർത്ഥമുണ്ട്. ഇവിടെ അർത്ഥം അല്ലാതെ എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കുക? അത് നമുക്ക് ഉദാഹരണങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കൂടുതലായിട്ട് നമ്മൾ റീഡ് ചെയ്യുമ്പോഴും എഴുതുമ്പോഴൊക്കെ മനസ്സിലാവും. ബട്ട് ടു ഫേസ് ചെയ്യലല്ലാതെ, ദ ട്രൂത്ത്, സത്യത്തെ ഫേസ് ചെയ്യലല്ലാതെ വേറെ മാർഗം ഉണ്ടായിരുന്നില്ല. ഇനി ദർ വാസ് നോ എക്സ്ക്യൂസ്. മാപ്പ് കൊടുക്കലുണ്ടായിരുന്നില്ല ഫോർ ഹിസ് ആബ്സെൻസ്, അവൻ്റെ ആബ്സെൻസിന്. പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക, സ്ഥലത്ത് ഉണ്ടാവുക എന്നാണ്. ആബ്സെൻസ് എന്നാൽ സ്ഥലത്തില്ലാതിരിക്കുക. അപ്പോൾ അവൻ്റെ അസാന്നിധ്യത്തിന് എക്സ്ക്യൂസ് ഉണ്ടായിരുന്നില്ല ഫ്രം ദ മീറ്റിങ്ങിൽ നിന്നുള്ള അസാന്നിധ്യത്തിന്, മീറ്റിങ്ങിൽ വരാതിരുന്നതിന് എക്സ്ക്യൂസ് ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. ദർ വാസ് നോ ഇൻഡിക്കേഷൻ. സൂചന ഉണ്ടായിരുന്നില്ല ഓഫ് വെൻ ദേ വുഡ് റിട്ടേൺ, അവർ എപ്പോൾ തിരിച്ചു വരുമെന്ന കാര്യത്തെക്കുറിച്ച്. ഓഫ് എന്ന് പറഞ്ഞാൽ എബൌട്ട് എന്നുള്ള അർത്ഥമാണ് ഇവിടെ, നെക്കുറിച്ച് എന്നുള്ള അർത്ഥം. എപ്പോൾ അവർ റിട്ടേൺ വരുമെന്നതിനെക്കുറിച്ചുള്ള സൂചന ഉണ്ടായിരുന്നില്ല. ഒരുപാട് വാക്കുകൾക്ക് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാവും. അപ്പോൾ എങ്ങനെ മനസ്സിലാവും എന്ന് ചോദിച്ചാൽ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ച് തുടങ്ങുന്നതല്ലോ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ കൂടുതൽ ഉദാഹരണങ്ങളൊക്കെ പഠിച്ച്
എഴുതുമ്പോഴും വായിക്കുമ്പോഴൊക്കെ മനസ്സിലാവും. ദർ വാസ് നോ നീഡ്, ആവശ്യമുണ്ടായിരുന്നില്ല. ടു ഡ്വെൽ എന്ന് പറഞ്ഞാൽ ദീർഘമായി ചിന്തിക്കുക, ഒരുപാട് ആലോചിക്കുക എന്നർത്ഥം. ഓൺ ദി പാസ്റ്റിനെ കുറിച്ച് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് കൂടുതലായിട്ട് ആലോചിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ദർ വാസ് നോ ലിമിറ്റ്, പരിധി ഉണ്ടായിരുന്നില്ല. ടു ഹെർ ജനറോസിറ്റി, അവളുടെ ദാനശീലത്തിന്. ജനറോസിറ്റി എന്ന് പറഞ്ഞാൽ ദാനശീലം എന്നർത്ഥം. ഇനി ദർ വാസ് നോ വേ, വഴി ഉണ്ടായിരുന്നില്ല. ടു പ്രഡിക്റ്റ് ചെയ്യാൻ പ്രവചിക്കാൻ. ദ ഔട്ട്കം, ഫലത്തെക്കുറിച്ച്. റിസൾട്ട്, ഔട്ട്കം എന്ന് പറഞ്ഞാൽ റിസൾട്ടാണ്. റിസൾട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ ഒരു വഴി ഉണ്ടായിരുന്നില്ല. ദർ വാസ് നോ പോയിന്റ് ഉണ്ടായിരുന്നില്ല. ഇൻ ആർഗ്യൂയിങ്, തർക്കിക്കുന്നതിൽ. ഫർദർ, ഇനിയും തർക്കിക്കുന്നതിൽ പോയിന്റ് ഇല്ല അർത്ഥം. ദർ വാസ് നോ റീസൺ, കാരണം ഉണ്ടായിരുന്നില്ല. ഫോർ ഹർ, അവൾക്ക്. ടു ഫീൽ ഗിൽറ്റി ആയി തോന്നാൻ. ഗിൽറ്റി എന്ന് പറഞ്ഞാൽ കുറ്റവാളിയായി ഫീൽ ചെയ്യാൻ അവൾക്ക് കാരണമുണ്ടായിരുന്നില്ല. ദർ വാസ് നോ ഹെസിറ്റേഷൻ, മടി ഉണ്ടായിരുന്നില്ല. ഹെസിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ മടി എന്നർത്ഥം. മടിക്കൽ ഉണ്ടായിരുന്നില്ല. ഇൻ ഹിസ് ഡിസിഷൻ, അവൻ്റെ തീരുമാനത്തിൽ. ഡിസൈഡ് എന്നതിൽ നിന്ന് വന്നതാണ് ഡിസിഷൻ, തീരുമാനം. ഡിസൈഡ് എന്ന് പറഞ്ഞാൽ തീരുമാനിക്കുക. ദർ വാസ് നോ സൗണ്ട് ഉണ്ടായിരുന്നില്ല. കമ്മിങ് ഫ്രം ദി അതർ റൂം, മറ്റേ റൂമിൽ നിന്നും വരുന്ന സൗണ്ട് ഉണ്ടായിരുന്നില്ല. അതുപോലെ ദർ വാസ് നോ ഡൗട്ട്, സംശയം ഉണ്ടായിരുന്നില്ല. അബൌട്ട് ഹിസ് സിൻസിയറിറ്റി, അവൻ്റെ ആത്മാർത്ഥതയെക്കുറിച്ച്. സിൻസിയറിറ്റി എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥത. ഇനിയുള്ളത് ഒരു ടാസ്ക്കാണ്. ഒരു 3 സ്ലൈഡുകൾ നിങ്ങൾക്ക് ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നോക്കിയിട്ട് പഠിക്കാം. ഓക്കെ, ടാസ്കുകൾ ഞാൻ വായിച്ചു തരാം. ദർ വാസ് നോ ലിമിറ്റ് ടു ഹെർ ഡിറ്റർമിനേഷൻ. ദർ വാസ് നോ ഡെനിയിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദി ടാസ്ക്. ദർ വാസ് നോ വേ ടു റിവേഴ്സ് ദി ഡാമേജ്. ദർ വാസ് നോ ഹൈഡിങ് ദ ട്രൂത്ത് എനി ലോങ്ങർ. There was no chance of success without proper planning. There was no way to avoid the confrontation. There was no need to rush the decision. ടാസ്കുകൾ ഞാൻ വായിച്ചു തരാം. There was no limit to her determination. There was no denying the importance of the task. There was no way to reverse the damage. There was no hiding the truth any longer. There was no chance of success without proper planning. There was no way to avoid the confrontation. There was no need to rush the decision. There was no excuse for his behavior. There was no alternative but to wait. There was no escaping the consequences. There was no satisfaction in his victory. There was no way to retrieve the lost data. There was no escaping the reality of the situation. There was no reason to doubt her sincerity. ഇപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നിങ്ങൾക്ക് ടാസ്ക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിലൊരുപാട് നിങ്ങൾക്ക് അർത്ഥം അറിയാത്ത വാക്കുകൾ ഉണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾ കണ്ടെത്തുക. സംശയങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് വാട്സപ്പ് മുഖാന്തരം ചോദിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. താങ്ക് യു.